നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് സാഹസികതയൊന്നും കാണിക്കാൻ നിൽക്കരുത്, പലപ്പോഴും ശ്രദ്ധിക്കണം എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ. അതിനെക്കുറിച്ച് റിപ്പോർട്ടിലേക്ക് ഇനി പോവുകയാണ്. കാർ ഓടിക്കാൻ പഠിക്കുന്നതിൽ ശരിക്കും ഈ തെറ്റൊന്നുമില്ല. ആവശ്യമായ മുൻകരുതലൊക്കെ എടുത്ത് സുരക്ഷിതമായ സ്ഥലത്ത് കൂടെയുള്ള ആളെ ഇരുത്തിയാണ്, അത് വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാളെ ഇരുത്തി തന്നെ പഠിക്കാം. പക്ഷേ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ അത് റീൽസ് എടുക്കാൻ വേണ്ടി കാർ ഓടിക്കുക, അതും തീരെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തൊന്ന് ആലോചിച്ച് നോക്കൂ. അറിഞ്ഞുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന ഒരു വിവേകമില്ലായ്മ തന്നെയാണിത്. അതാണ് മഹാരാഷ്ട്രയിലെ 23-കാരിക്കും സംഭവിച്ചത്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ കാർ താഴേക്ക് മറിഞ്ഞ് യുവതി മരിച്ചു. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത്. അർജുൻ, ആവശ്യത്തിനൊക്കെ ആകാം, അതേ ഇത് കാണുമ്പോൾ പറയാൻ പറ്റുള്ളൂ. കാർ ഓടിക്കാൻ വൃത്തിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പോൾ. അപകടം പറ്റുമെന്ന് അറിയാത്ത ആൾക്കാരായിരിക്കുകയില്ല, പക്ഷെ എന്തോ എടുത്തുചാട്ടമാണ്, റീൽസ് ഉണ്ടാക്കണം, വൈറലാകണം, അതായിരിക്കും. പക്ഷെ നോക്കൂ, ഒരു മരണമാണ് സംഭവിച്ചത്. പൂജ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, വാഹനം ഓടിക്കാൻ പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, പക്ഷെ അതിന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കണ്ടെത്തണം. കൂടെ നന്നായിട്ട് കാർ ഓടിക്കാൻ അറിയുന്ന ഒരാൾ വേണം. ഒപ്പം തന്നെ അതിസാഹസികത ഒന്നും തന്നെ പാടില്ല എന്നുള്ള കാര്യമാണ്. ഇന്നലെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്, അവിടെ ഛത്രപതി സംഭാജി നഗർ, അവിടുത്തെ സ്വദേശികളാണ് ഈ യുവതിയും യുവാവും. ശ്വേത എന്നാണ് പെൺകുട്ടിയുടെ പേര്, ശിവരാജ് എന്നാണ് സുഹൃത്തിൻ്റെ പേര്. ഇവർ അവിടെ നിന്നും കുറച്ച് ദൂരം മാറി സുലിബഞ്ചൻ ഹിൽസ് എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, അവിടേക്ക് കാർ ഓടിച്ചെത്തിയതാണ്. അവിടെ എത്തിയതിന് ശേഷമാണ് ഈ പെൺകുട്ടിക്ക് കാർ ഓടിച്ചു നോക്കണമെന്നുള്ള ഒരു മോഹം ഉണ്ടാവുകയും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് റിവേഴ്സിൽ കാർ ഓടിക്കുന്നത്. ഏകദേശം 50 മീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുന്നിൻ്റെ അറ്റവും ഈ കാറ് നിൽക്കുന്ന പ്രദേശവും തമ്മിൽ. അവിടെ നിന്നും റിവേഴ്സിലേക്ക് കാറ് പോകുന്നു. പക്ഷേ അശ്രദ്ധയാണോ അതോ സാഹസ്യം കാണിച്ച് അത് കയ്യിൽ നിന്ന് പോയതാണോ, ആക്സിലേറ്ററിലേക്ക് ചവിട്ടിപ്പോയി. അതായത് ബ്രേക്കും ക്ലച്ചും ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ ശക്തിയായി ചവിട്ടിപ്പോയി. അതുപോലെ തന്നെ അത്തരത്തിലൊരു സംഭവം വരുമ്പോൾ തീർച്ചയായിട്ടും കാർ ഓടിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാനെന്നറിയാതെ പകച്ചു പോകും. അങ്ങനെ പകച്ചു പോയി ഈ ശ്വേത സുഹൃത്തിനെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ക്ലച്ച് അമർത്തു, ബ്രേക്ക് അമർത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ കാറ് അതിവേഗത്തിൽ 50 മീറ്ററും പിന്നിട്ട് പുറകിലുള്ള മലയിടുക്കിലേക്ക്, ആ ഒരു വാലിയിലേക്ക് പതുക്കുകയായിരുന്നു. ഏകദേശം 300 അടി താഴേക്ക് പോയി എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. അവിടെ ആളുകൾ എത്തിയിരുന്നു. ഈ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് അവർ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. 300 അടി താഴ്ചയിലേക്കാണ് കാറ് വീണ് പതിച്ച് തകരുന്നത്. മാത്രമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പെട്ടെന്ന് തന്നെ പ്രദേശത്തേക്ക് എത്തി. അവർക്ക് 1 മണിക്കൂർ എടുത്തു ഈ കാറിനടുത്തേക്ക് എത്തി ആ പെൺകുട്ടിയെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. 1 മണിക്കൂർ. ഒരു ചെറിയൊരു അപകടം അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടാക്കി വെച്ച ഒരു വിനയാണ് ഈ കാണുന്നത്. അവിടുന്ന് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിയപ്പോൾ മരിച്ചുപോയി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു ഡോക്ടർ. എന്തായാലും റീലെടുക്കുകയാണ്, ശരിയാണ്, അതുപോലെ തന്നെ വാഹനം ഓടിക്കാൻ പഠിക്കുകയാണ്. പക്ഷേ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം നോക്കാമായിരുന്നു, കണ്ടുപിടിക്കാമായിരുന്നു.